ഇപ്പൊ നീ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? സ്വീറ്റും ചിന്നിന് വേണ്ടിയല്ല ഞാൻ അവൻ അടിച്ചേ. അവരെ കാണാതായാലും എന്താ ഇപ്പോ? നമ്മുടെ കല്യാണം നടക്കുമല്ലോ, കുട്ടികളും ഉണ്ടാവും, നമുക്ക് അവരെ നന്നായിട്ട് നോക്കാം. എന്താ നീ എന്നെ കണ്ടാ സ്നേഹിച്ചത്, അല്ലാതെ എന്റെ മനസ്സ് കണ്ടല്ല. അമ്മയും അച്ഛനും അനിയത്തിയും എല്ലാരും ഉള്ള നിങ്ങൾക്ക് എന്നെ പോലുള്ള അനാഥയുടെ വേദന എങ്ങനെ മനസ്സിലാകും? ഈ ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. എന്നാൽ ഒരു അനാഥയോട് ഞാനുണ്ടെന്ന് പറയാൻ ഇവിടെ ആരും തന്നെ ഇല്ല. ആ കുഞ്ഞുങ്ങളെ കാണാതായതല്ല, കിഡ്നാപ്പ് ചെയ്തതാ. അവരെ വഴക്ക് പറഞ്ഞാലും അടിച്ചാലും ഇനി അഥവാ കണ്ണുകൾക്കോ കിഡ്നിക്കോ വേണ്ടിയോ അവരെ കൊന്നാലും ആരും അറിയാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയോ, സ്വന്തം പറയാൻ ആരും ഇല്ലാത്തവരാവർ. അവരുടെ വേദന അവർ ആരോട് പോയി പറയും? നിങ്ങളെ കാണാതായാൽ ഞാൻ അന്വേഷിക്കും, എന്നെ കാണാതായാൽ നിങ്ങളും. ഇനി നമ്മളെ രണ്ടുപേരെയും കാണാതായാൽ പാരന്റ്സ് അന്വേഷിക്കും. എന്നാൽ അവരെ കാണാതായാൽ അന്വേഷിക്കാനും വേദനിക്കാനും വേറെ ആരാ ഉള്ളത്? സോറി ഗീത, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇനിയും അവർക്ക് വേണ്ടിയും നിന്നോടൊപ്പം ഞാനും ഉണ്ടാവും. അവർ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവരും. എന്നെ വിശ്വസിക്കുക. ട്രസ്റ്റ് മീ ഗീത, ട്രസ്റ്റ് മീ. എന്താ ഡോക്ടർ അനങ്ങുന്നുണ്ടല്ലോ? മരുന്ന് ശരിക്കും കൊടുത്തില്ലേ? ആ ശരിയായിട്ടാ കൊടുത്തത്, ഒരു പ്രോബ്ലം ഇല്ല. ആ അകത്തേക്ക് പോടാ, പോ. വേഗം വേഗം വണ്ടി എടുക്ക്. വണ്ടി എടുക്ക്. പോ പോ പോ, വേഗം വേഗം പോ. പുറകെ തന്നെയുണ്ട്, വേഗം പോടാ. നിക്കല് വേഗം പോ. ചെല് 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 ചെല്. കുട്ടികളെ എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? പറയടാ, എങ്ങോട്ടാണ് കൂടി കൊണ്ടുവന്നത്? കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് ഞങ്ങളുടെ ബോസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആരാണ് നിന്റെ ബോസ്? അയാളുടെ പേര് ഭഗവാൻ. ഹൈദരാബാദിൽ എവിടെയാണ്? സർ, കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടെന്ന് ചോദിച്ചില്ല. ഇതാ സർ, 3 കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്ന കാഴ്ച ആ പെൻഡ്രൈവിലുണ്ട് സർ. സോ ഇപ്രാവശ്യം 3 കുട്ടികളെ അവർ കിഡ്നാപ്പ് ചെയ്തു എന്നല്ലേ പറയുന്നത്? പറയുന്നത് മാത്രമല്ല, പ്രൂഫോടെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് പെട്ടെന്ന് ആക്ഷൻ എടുക്കണം സർ. ഇനി എന്താ? 1 മിനിറ്റ്. എന്തിന്? ഇക്കാര്യം ഞങ്ങളുടെ സാറിനെ അറിയിച്ചിട്ട് വരാം. എന്താ ഭഗവാൻ സാറേ, കിഡ്നാപ്പിംഗ് ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? എടോ എസ് ഐ, സ്വാതന്ത്ര്യം തന്നെന്ന് വെച്ച് തലേ കയറി നരങ്ങല്ലേ. ഇപ്പൊ പറഞ്ഞില്ലേ, ഇതാണ് ശരി. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം തന്നെ നിങ്ങളല്ലേ സാറേ. ആദ്യം 20 തന്നില്ലേ? മാറ്റർ എന്താണെന്ന് വെച്ചാ പറയടാ. അല്ല, ഒരു മണിക്കൂറിന് മുമ്പ് നിങ്ങളുടെ ആൾക്കാർ ഒരു 3 കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തത്രേ. അതിലൊരാള് തല്ലും മേടിച്ചെന്ന്. അത് നിനക്കെങ്ങനെ അറിയാം? നിങ്ങളുടെ ആൾക്കാരെ പിടിച്ച് തല്ലിയവൻ ഇതേ ഇപ്പൊ എന്റെ ഒപ്പം ഉണ്ട്. അവന്റെ കയ്യിൽ വീഡിയോയും ഉണ്ട് സാർ. നിങ്ങളുടെ ആളെങ്ങാനും കുടുങ്ങിയ പിന്നെ അത് നിങ്ങൾ കുടുങ്ങിയ പോലെയാ സാറേ. ഇപ്പൊ 50 അയക്കാം. വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. അവന് നല്ല ബുദ്ധിയുണ്ട് സാറേ. തീർച്ചയായിട്ടും അവൻ ഇനിയൊരു കോപ്പിയും കൂടെ വെച്ചിട്ടുണ്ടാവും. ഞാനും മുംബൈയിൽ തന്നെയാ, മനസ്സിലായോ? അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ വിട്ടേക്ക്. ആദ്യം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യ്. സർ. ആ പറയൂ, എന്താ വേണ്ടത്? എന്ത് വേണമെന്നോ? ഭഗവാനായിട്ട് ഡീല് നടത്തിയല്ലേ? എന്ത് ഡീല്? ആ ഡീൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഇവിടെ വെച്ചല്ല.
എനിക്ക് അപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ മുഴുവൻ വീഡിയോ ഞാൻ മൊബൈലിൽ റെക്കോർഡാക്കിയത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സീ യു. ഇതാ ഇവര് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് ഹൈദരാബാദിലെ കൊണ്ടുവന്ന്. ഇവരുടെ ബോസിന്റെ പേര് ഭഗവാൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ എന്റെ കൈവശമുണ്ട്. നീ ന്യൂസ് റെഡിയാക്കി, ഞാൻ ഇപ്പൊ തന്നെ വരാം. ആ വീഡിയോസിൽ ഞാൻ അയച്ചുതരാം. എടോ, വിടരുത് അവനെ. പിടിക്കണം അവനെ. അവിടെ നിൽക്കണോ? വേഗം വാടാ. എന്താനിയാ എന്റെ ആൾക്കാരെയൊക്കെ അടിച്ച് ആ വീഡിയോ വെച്ച് എന്നെ കൊടുക്കാമെന്ന് നോക്കിയല്ലേ? പാവം ചെറിയ കുട്ടികളല്ലേ സാർ, അവരൊന്നും ചെയ്യില്ല. വിട്ടേക്കണം സാർ. ഞാനെടുത്ത വീഡിയോ ഇതിലുണ്ട്. പ്ലീസ് അവരെ വിട്ടേക്കണം സാർ. എന്റെ അച്ഛനെ എപ്പോഴും ഒരു കാര്യം പറയും. ഈ കത്തിയില്ലേ, കത്തി, ആ കത്തി വെച്ച് പച്ചക്കറി അരിഞ്ഞാലേ അതിനൊരു വിലയും കാണില്ല. ആ കത്തി വെച്ച് കഴുത്ത് വെട്ടിയാലോ എല്ലാവരും തൊഴും. അതുകൊണ്ട് നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. എന്റെ വഴി കുറുക്ക വരുന്നവരെ ഞാൻ കൊല്ലാതെ വിട്ടിട്ടില്ല. മുംബൈ സിറ്റിക്ക് പുറത്ത് 25 വയസ്സുള്ള ഗൗതമിന്റെ വണ്ടിയിൽ കാർ വന്നിടിച്ചതുകൊണ്ട് സംഭവ സ്ഥലത്ത് തന്നെ അദ്ദേഹം മരണപ്പെട്ടു.